நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ അടുത്ത ചില പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പൊരുളെ തുണയറ്റോരൻക്ക് ആശ്രയം നീയെ, ഇകഴ്ത്തുന്നോർക്ക് ഭീതി ഉളവാക്കിയിടുന്നോനെ, വെടിഞ്ഞുടല്ലേ എന്നെ മെയ്യടിയാന്മാർ നേടും അരുളേ, പൂന്തോ പണിയു ഉത്തരകോശമങ്കരജ, ഇരുളായി ഒളിയായി ഇരിപ്പോനെ, ഇഹവും പരവുമായി ഇരിപ്പോൻ നീയല്ലയോ. ഭഗവാനെ വീണ്ടും വീണ്ടും പ്രകീർത്തിക്കുകയാണ്. പൊരുളെ, എല്ലാത്തിൻ്റെയും ആത്മസത്തയായിരിക്കുന്ന പൊരുളായിട്ടുള്ളവനെ, തുണയറ്റോരെനിക്കാശ്രയം നീയെ, യാതൊരു തുണയുമില്ലാതെ യാതൊരു ആലംബനവുമില്ലാതെ കഴിയുന്ന എനിക്ക് ഏക തുണയാണ് അങ്ങ്. അങ്ങ് എന്നെ രക്ഷിച്ചാലും തുണയറ്റിരിക്കുന്ന എനിക്ക് തുണയായി ഭവിക്കണമേ. ഇകഴ്ത്തുന്നവർക്ക് ഭീതി ഉളവാക്കിയിടുന്നോനെ, അങ്ങേ ദുഷിക്കുന്നവരെ അങ്ങ് നശിപ്പിക്കാറുണ്ട്. അങ്ങ് ഇകഴ്ത്തുന്നവർക്ക് ഭീതിജനകമായ ഒരവസ്ഥാവിശേഷം സംജാതമാക്കാറുണ്ട്. അപ്പോൾ അങ്ങേ പാടിപ്പുകഴ്ത്തുന്ന എനിക്ക്, അല്ലയോ ഭഗവാനെ, അങ്ങ് അഭയം നൽകിയാലും വെടിഞ്ഞിടല്ല എന്നെ മെയ്യടിയോർ നേടും അരുളേ. അല്ലയോ അരുളിൻ്റെ അരുളായിട്ടുള്ളവനെ, മെയ്യടിയോർക്ക് എപ്പോഴും തുണയായിട്ടുള്ളവനെ, വെടിഞ്ഞിടല്ലേ എന്നെ ഒരിക്കലും കൈവെടിയരുതേ എന്ന് പറയാം. അരജ, ഇരുളായി ഒളിയായി ഇരിപ്പോനെ, ഇഹവും പരവുമായി ഇരിപ്പോനെ. അങ്ങ് ഇരുട്ടാണ്, അങ്ങ് വെളിച്ചമാണ്, അങ്ങ് ഇഹമാണ്, ഈ പ്രപഞ്ചമാണ്. അതേപോലെ തന്നെ പരവും ദേവലോകങ്ങളും അങ്ങാണ്. അപ്പോൾ 14 ലോകങ്ങളും അങ്ങാണ്. അതേപോലെ തന്നെ ഇരുളും വെളിച്ചവും അങ്ങാണ്. അങ്ങനെ എല്ലാമായി പ്രകാശിക്കുന്ന, എല്ലാമായി അരുളുന്ന, എല്ലാത്തിൻ്റെയും പൊരുളായി വിലസുന്ന അല്ലയോ ഭഗവാനെ, എന്നെ കൈവെടിയരുതേ. എന്നുടെ കർമ്മഫലമാകുന്ന കാട് നിൻ്റെ കെടാത്ത തീയാലിരിച്ചിടുന്ന സുന്ദരേശ, അല്ലയോ സുന്ദരേശ, എൻ്റെ ഈ ജന്മമാകുന്ന കർമ്മഫലമാകുന്ന ഈ കാടിനെ എരിക്കുന്ന തീയാണ് നീ. അങ്ങനെ എൻ്റെ കർമ്മഫലമാകുന്ന ഈ കാടിനെ മുഴുവനും എരിച്ച് വെണ്ണീറാക്കുന്ന മഹാ അഗ്നിയാണ് അങ്ങ് ഈ കർമ്മഫലമാകുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഈ കാടിനെ അങ്ങ് എരിക്കൂ, നശിപ്പിക്കൂ. കൈവെടിഞ്ഞിടല്ലേ എന്നെ ഒരിക്കലും കൈവെടിയരുതേ. പിറവി വേരറുത്ത് കൈക്കൊണ്ടിടണം, എൻ്റെ പിറവിയെ എന്നേക്കുമായി നശിപ്പിക്കണം. അങ്ങനെ ജനിമൃതികളില്ലാത്ത ഒരവസ്ഥ എനിക്ക് സംജാതമാകണം. അങ്ങനെ എൻ്റെ പിറവിയുടെ വേരിനെ പരിപൂർണമായി നശിപ്പിക്കുന്നവനെ, ഉത്തരകോശമങ്കരജ, കുന്നിനോരത്ത് ഒരാന തൻ തോലുരിച്ച് വഞ്ചിക്കൊടിക്കുള്ളിൽ ഭയമുണ്ടാക്കിയവനെ, ആനയുടെ തോല് ഉരിച്ച അല്ലയോ ഭഗവാനെ, ആനത്തോലുരിച്ച, ആനയെ പരാജയപ്പെടുത്തി ആനത്തോലുരിച്ച അല്ലയോ ഭഗവാനെ, അങ്ങ് പാർവതീദേവി പോലും ഭയപ്പെട്ടു പോയി അങ്ങയുടെ ആ മഹായുദ്ധം കണ്ടിട്ട്, ആനയുമായി നടത്തിയ ആ മഹായുദ്ധം കണ്ടിട്ട്, ഗജാസുരനുമായി നടത്തിയ ആ മഹായുദ്ധം കണ്ടിട്ട് പാർവതീദേവി പോലും
ഭയപ്പെട്ടു പോയി. ആ ആനയുടെ തോല് ഉരിച്ചെടുത്തവനെ. അങ്ങനെ എല്ലാ ആസുരീകമായ വിശേഷങ്ങളെയും നശിപ്പിച്ച അല്ലയോ ഭഗവാനെ, അങ്ങ് എൻ്റെയും ആസുരഭാവങ്ങൾ നശിപ്പിച്ച് എൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന മാലിന്യങ്ങളെ തോലുരിച്ച് അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേ. അടിമയാക്കിക്കൊള്ളുക എന്നെ അങ്ങയുടെ അടിമയാക്കിക്കൊള്ളുക. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ അങ്ങയുടെ അടിമയാണ്. അല്ലയോ ഭഗവാനെ, ഇന്ന് മുതൽ ഞാൻ അങ്ങയുടെ അടിമയാണ്. സമ്പൂർണ്ണ ശരണാഗതി ഞാൻ നേടുന്നു. അങ്ങനെ ഇന്ന് മുതൽ എൻ്റെ എല്ലാ അവകാശങ്ങളും ഞാൻ അങ്ങയ്ക്ക് തീരെഴുതി തന്നിരിക്കുന്നു. ഇനി എന്നെ വേണമെങ്കിൽ അങ്ങേക്ക് വിൽക്കാം. അങ്ങയുടെ അടിമയാണ് ഞാൻ. അങ്ങ് എന്നെ തോന്നിയ പോലെ, അങ്ങയുടെ ഇഷ്ടം പോലെ, അങ്ങയുടെ ഹിതം പോലെ പ്രവർത്തിക്കുകയോ, ഞാൻ അങ്ങയുടെ അടിമയാണ്. എന്നെ വിൽക്കുകയോ പണയമാക്കി വയ്ക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ഒന്നുകിൽ എന്നെ അങ്ങേക്ക് വിൽക്കാം, അല്ലെങ്കിൽ പണയമാക്കി വയ്ക്കാം. എൻ്റെ ജന്മങ്ങളുടെ വേരറുക്കാനും അങ്ങയ്ക്ക് വേണമെങ്കിൽ സാധിക്കും. നവാഗതനാം എന്നെ വെടിയായിക. നവാഗതനായ, ആദ്യമായി അടിമയായി വരിക്കുന്ന എന്നെ അങ്ങ്, നവാഗതനായ എന്നെ അങ്ങ് ഒരിക്കലും കൈവെടിയരുതേ. എന്നെ അടിമയായി സ്വീകരിച്ചിട്ട് വിൽക്കുകയോ പണയം വയ്ക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യുക. കൊടിയ കാളകൂടം അമൃതായി ഭക്ഷിച്ചവനെ, കൊടിയ കാളകൂട വിഷത്തെ അമൃതായി ഭക്ഷിച്ചവനാണ് അങ്ങ്. ഉത്തരകോശം അങ്ങയ്ക്കരജ, പിറപ്പാകും പിണിയുഴലുന്നോർക്ക് ദിവ്യമാമൗഷധമേ. പിറപ്പാകുന്ന മൃതികളാകുന്ന ആ മഹാരോഗത്തിന് ദിവ്യ ഔഷധമാണങ്ങ്. അപ്പോൾ ജനിമൃതികളെ ഇല്ലാതാക്കുന്ന ദിവ്യ ഔഷധമാണല്ലയോ ഭഗവാൻ അങ്ങ്. ഹസ്തികൾ പോരാടുമ്പോൾ നടുക്ക് ചെടി പോലെ ഇന്ദ്രിയവശപ്പെട്ടിട്ടില്ലാന്നോനെ എൻ താതാ വിട്ടുപോയോ. വിനയാന്നോരെന്നുള്ളിൽ തേനും കനിയും കരിമ്പും പാലും അമൃതമായവനെ, മേനി എല്ലാം ഉരുക്കിയിടുന്ന ജ്യോതിർമയ. അല്ലയോ ജ്യോതിർമയനായ ഭഗവാനെ, ഹസ്തികൾ പോരാടുമ്പോൾ, രണ്ടാനകൾ പരസ്പരം യുദ്ധം ചെയ്യുമ്പോൾ അതിൻ്റെ നടുവിൽ ചെടി പോലെ നിന്ന് അവരെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച ഇതുപോലെ എൻ്റെ ഇന്ദ്രിയങ്ങളെ, എന്നിൽ നിന്ന് ഇന്ദ്രിയങ്ങളുടെ ആ മഹാശാപത്തെ അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ട കനിവ് അങ്ങ് കാണിക്കണമേ. എൻ താതാ വിട്ടുപോമോ വിനയാന്നോരെന്നുള്ളിൽ എൻ്റെ വിനകളെയെല്ലാം അങ്ങ് അല്ലയോ ഭഗവാൻ ഇല്ലാതാക്കണമേ. എൻ്റെ പിതാവേ, എൻ്റെ എല്ലാ വിനകളെയും, എല്ലാ കർമ്മവിനകളെയും അങ്ങ് ഇല്ലാതാക്കണമേ. തേനും കരിമ്പും പാലും അമൃതമൊത്തോനായി. തേനാണ്, കരിമ്പാണ്, പാലാണ്, അമൃതാണ്. ഇതെല്ലാം ചേർന്ന് അല്ലയോ ഭഗവാൻ അത്രയ്ക്ക് മാധുര്യമാർന്നവനാണ് അങ്ങ്. അങ്ങനെ അത്രയ്ക്ക് തേനൂറുന്ന കരിമ്പിൻ നീര് പോലെ മാധുര്യമുള്ള, നറും പാല് പോലെ സ്വാദിഷ്ടമായ അമൃത് പോലെയുള്ള അല്ലയോ ഭഗവാൻ അങ്ങ് എല്ലുരുക്കിയിടുന്ന ജ്യോതിർമായ എല്ലാവരുടെയും ഹൃദയത്തെ ഭക്തി കൊണ്ട് എല്ലുരുക്കുന്ന പോലെ ഭക്തിയുടെ തീവ്രമായൊരു തലത്തിലേക്ക് എത്തിക്കുന്ന അല്ലയോ ജ്യോതിർമയനായ ഭഗവാനെ, അങ്ങ് എന്നെ പ്രകാശത്തിലേക്ക് നയിച്ചാലും ഈ ജനിമൃതികളിൽ നിന്ന് എന്നെ രക്ഷിച്ചാലും. പടരാൻ കൊമ്പത്താത്ത വള്ളി പോൽ തളരുന്നേൻ. പടർന്നു കയറാൻ ആഗ്രഹിക്കുന്നൊരു വള്ളിയാണ് ഞാൻ. പക്ഷേ ആ പടർന്നു കയറാനുള്ള കൊമ്പ് എനിക്ക് എത്താൻ പറ്റുന്നില്ല. അങ്ങനെ വാടിക്കരിഞ്ഞോരെന്നെ കൈവിടിഞ്ഞിടരുതേ. ഈ വള്ളി വാടിക്കരിഞ്ഞിരിക്കണം. പടർന്നു കയറാൻ ഒരു മരമില്ലാതെ ഈ വള്ളി വല്ലാതെ വിഷമിക്കുകയാണ്. ഈ വള്ളിക്ക് പടർന്നു കയറാനൊരു
മരക്കൊമ്പ് വേണം. അങ്ങ് മഹാമരക്കൊമ്പാണ്. ആ മരക്കൊമ്പിൽ പടർന്നു കയറാൻ എനിക്കാവുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വാടിക്കരിഞ്ഞിരിക്കുന്നു. ഈ വള്ളി ഇതാ ചിറകറ്റ് വീണിരിക്കുന്നു. വിണ്ണോരും എത്തിടാത്തൊരുയരത്തിലുള്ളവനെ, ദേവന്മാർക്ക് പോലും എത്തിപ്പെടാൻ പറ്റാത്ത അത്രയ്ക്ക് ഉന്നതത്തിൽ ഉന്നതനായ ഭഗവാനെ, ഉത്തരം കോശമങ്കരജ, പാരും വാനും അഗ്നിയും നീരും കാറ്റുമായി വരുന്നവനെ. അങ്ങ് വാനാണ്, അങ്ങ് അഗ്നിയാണ്, നീരാണ്, കാറ്റാണ്, പഞ്ചഭൂതങ്ങളും അങ്ങാണ്. അങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളുടെ ഉടയവനായ അല്ലയോ ഭഗവാൻ, പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന അല്ലയോ ഭഗവാൻ, അങ്ങ് എൻ്റെ വിനകളെ മുഴുവനും ഇല്ലാതാക്കണമേ. കിട്ടിയോരുടൽ കൊണ്ട് പിഴകൾ പെരുക്കുന്നേൻ. ഞാൻ ഈ ഉടലിലിരുന്ന് എല്ലാ പിഴകളും കർമ്മവിനകളും ചെയ്തു കൂട്ടുകയാണ്. കുറഞ്ഞ ഭക്തിയാർന്നോൻ, എനിക്ക് ഭക്തി വളരെ കുറവാണ്. കൊള്ളരുതാത്തോനാണ് ഞാൻ. കൈവിടിഞ്ഞിടലെന്നെ, എന്നെ ഒരിക്കലും കൈവിടിയല്ലേ. വെടിഞ്ഞാൽ കെട്ടുപോകും ഞാൻ. അങ്ങ് എന്നെ നോക്കിയില്ല എങ്കിൽ, അങ്ങ് എന്നെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഞാൻ ഈ നിമിഷം തന്നെ കെട്ടുപോകും. ഈ നിമിഷം തന്നെ ഞാൻ നശിച്ചു പോകും. മറ്റാരും അടിയനൊത്ത് ഇല്ല. അടിയന് മറ്റൊരഭയകേന്ദ്രവുമില്ല. വാഴ്വിൽ മൂലമാം നിന്നെ തേടി തളർന്നോൻ ഞാൻ. നിന്നെ തേടി തേടി അലഞ്ഞ് ഞാൻ തളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ വള്ളിക്ക് കയറാൻ ഒരു കൊമ്പായി അങ്ങ് വന്നു നിൽക്കുക. അങ്ങനെ ഈ വള്ളി പടർന്ന് വലുതായി മോക്ഷസ്വരൂപമായ ശിവങ്കലേക്ക് എത്തിച്ചേരട്ടെ എന്ന് പറയാം. തിളക്കമാർന്നോനെ, തിരുനീറണിഞ്ഞിട്ട് വെണ്മയാർന്നിടുന്നോനെ, കൈവിടിഞ്ഞിടലെന്നെ. വള്ളലാർ സ്വാമികളുടെ കവിത നമുക്ക് ഒന്ന് എത്തി നോക്കാം. ത്രിഗുണങ്ങൾ തൊട്ട് അവയുടെ ഉപകരണങ്ങളായി വർത്തിക്കുന്ന ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങളെ വിധിയാവണ്ണം സൃഷ്ടിച്ച അരുൾ പെരും ജ്യോതി, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം തുടങ്ങിയ സൂക്ഷ്മ ഉപകരണങ്ങളെ സമഞ്ജസമായി സജ്ജീകരിച്ച് ആത്മസാക്ഷാത്കാരം ലഭിക്കുവാൻ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. കാലം, നിയതി തുടങ്ങിയവയെ കലയുടെ ആകാശത്തിൽ സൃഷ്ടിച്ച് അനുഗ്രഹിച്ച അരുൾ പെരും ജ്യോതി, ആത്മാവിൻ്റെ അശുദ്ധി അല്ലെങ്കിൽ കളങ്കത്തെ നീക്കുന്ന ഉപകരണങ്ങളായ അഹങ്കാരം, മായ, കർമ്മം തുടങ്ങിയവയെ ശുദ്ധമായുടെ ആകാശത്തിൽ നിന്ന് സൃഷ്ടിച്ചനുഗ്രഹിച്ച അല്ലയോ അരുൾ പെരും ജ്യോതി, ഇപ്പറഞ്ഞ ആകാശങ്ങളിലെല്ലാം അവിടേതായ പ്രത്യേക അണ്ടകടാഹങ്ങളെയും സൃഷ്ടിച്ച അരുൾ പെരും ജ്യോതി, വളർന്ന അണ്ടകടാഹങ്ങൾക്ക് വെളിച്ചമേകാൻ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നീ 3 അഗ്നികളെ നൽകിയ അരുൾ പെരും ജ്യോതി, സൃഷ്ടികർമ്മം ചെയ്യുന്ന ബ്രഹ്മാവുമാരെയും അവരുടേതായ ലോകങ്ങളെയും തൻ്റെ സ്വന്തം ശക്തിയാൽ സൃഷ്ടിച്ചരുളിയ അല്ലയോ അരുൾ പെരും ജ്യോതി, സൃഷ്ടിച്ചവയെ നിലനിർത്തുന്ന സ്ഥിതികർമ്മം നിർവഹിക്കുന്ന വിഷ്ണുമാരെയും അവരുടെ ലോകങ്ങളെയും ജീവഗണങ്ങളെയും നന്മയ്ക്കായി സൃഷ്ടിച്ചരുളിയ അരുൾ പെരും ജ്യോതി, സംഹരിക്കാൻ എന്ന കർമ്മം ചെയ്യുന്ന രുദ്രന്മാരെയും അവരുടെ ലോകങ്ങളെയും ജീർണം സംഭവിക്കാതെ മാത്രം സംഹരിക്കുവാൻ സൃഷ്ടിച്ച നിയന്ത്രിക്കുന്ന അരുൾ പെരും ജ്യോതി, ജീവന്മാരിൽ മറതി എന്ന അല്ലെങ്കിൽ മറക്കുക എന്ന കർമ്മത്തെ നടപ്പാക്കുന്ന മഹേശ്വരന്മാരെയും അവരുടെ ലോകങ്ങളെയും സൃഷ്ടിച്ച് അവ ചില നിബന്ധനകൾക്കനുസരിച്ച് നടക്കുമാറ് ചെയ്ത അരുൾ പെരും ജ്യോതി, മനുഷ്യർക്ക് ജ്ഞാനം നൽകുന്ന സദാശിവന്മാരെയും അവരുടെ ലോകങ്ങളെയും സൃഷ്ടിച്ച അവർക്ക് ജ്ഞാനശക്തി നൽകുന്ന അരുൾ പെരും ജ്യോതി, അങ്ങയെ ഞങ്ങൾ വന്ദിക്കുന്നു. അങ്ങയ്ക്കിടെ അടിമകളാണ് ഞങ്ങൾ എന്നാണ് വള്ളലാർ സ്വാമികൾ ഈ അരുൾ പെരും ജ്യോതി ആ കവലിൽ പാടുന്നത്. അപ്പോൾ അരുൾ പെരും ജ്യോതിയുടെ മഹാശിവൻ്റെ
ഗുണഗണങ്ങളെ വീണ്ടും വീണ്ടും പാടിപ്പുകഴ്ത്തുകയാണ് വള്ളലാർ സ്വാമിയും അതേപോലെ തന്നെ മാണിക്യവാചകരും. അപ്പോൾ അങ്ങനെയുള്ള അല്ലയോ ഭഗവാൻ, അങ്ങയുടെ അടിമയായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എന്നെ വിൽക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ അത്രയ്ക്ക് സമ്പൂർണ്ണ ശരണാഗതി പ്രാപിച്ച മാണിക്യവാചകരെയാണ് നാം കാണുന്നത്. ഇത് ഭക്തന്മാർക്ക് നൽകുന്ന ഒരു ആവേശമാണ്. അങ്ങനെ സമ്പൂർണമായ ശരണാഗതി ഭഗവാനിൽ ആരാണോ അടയുന്നത്, അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ എപ്പോഴും ഹൃദയവാസിയായി നിന്നുകൊണ്ട് ആ സാധകൻ്റെ, ആ ഭക്തൻ്റെ എല്ലാ കർമ്മവിനയങ്ങളെയും ഇല്ലാതാക്കും ശിവഭഗവാൻ എന്നാണ് ഇവിടെ മാണിക്യവാചകരും അതേപോലെ തന്നെ വള്ളലാർ സ്വാമികളും വീണ്ടും വീണ്ടും നമ്മളോട് പറയുന്നത്. ഓം ശിവായ നമഃ.